നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാംസ്കാരിക നഗരിയെ രാപ്പകലാക്കിയ കലയുടെ വിസ്മയ പൂരത്തിന് വർണ്ണാഭമായ കൊടിയിറക്കം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കലയുടെ കനകക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂരിന്റെ കുട്ടികൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആവേശകരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ ആതിഥേയരും കഴിഞ്ഞ തവണത്തെ ജേതാക്കളുമായ തൃശൂരിനെ 5 പോയിന്റ് വ്യത്യാസത്തിൽ പിന്നിലാക്കിയാണ് ഒരിടവേളയ്ക്ക് ശേഷം കണ്ണൂർ ഓവറോൾ ചാമ്പ്യന്മാരായത്. സമാപന സമ്മേളനത്തെ ജനസാഗരമാക്കി മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാൽ എത്തി. കൊരട്ടിക്കരയിൽ വാഹനാപകടം. ശബരിമല ദർശനത്തിനായി കർണാടകയിൽ നിന്നും എത്തിയ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞു. 5 പേർക്ക് പരിക്ക്. CCTV ന്യൂസ് ഇംപാക്ട്. കുന്നംകുളത്ത് ഭാവന റോഡിൽ പൊട്ടിയ ശുദ്ധജല വിതരണ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. നടപടി CCTV വാർത്തയെ തുടർന്നു. കണ്ണാന്തളി പൂത്തു നിൽക്കുന്ന കലശമല കുന്ന് ഇനി ടൂറിസം വകുപ്പിന് സ്വന്തം. കലശമല ഇക്കോ ടൂറിസത്തിന് പുത്തൻ ഉണർവ്. 13 കോടി രൂപ ചെലവഴിച്ച് 12 ഏക്കർ ഭൂമി ഏറ്റെടുത്തു. വാർത്തകൾ വിശദമായി. സാംസ്കാരിക നഗരിയെ രാപ്പകലാക്കിയ കലയുടെ വിസ്മയപൂരത്തിന് വർണ്ണാഭമായ കൊടിയിറക്കം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കലയുടെ കനകക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂരിന്റെ കുട്ടികൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ ഫോട്ടോ ഫിനിഷിലാണ് കണ്ണൂർ കിരീടം നേടിയത്. നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂരിനെ സ്വന്തം തട്ടകത്തിൽ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് നേട്ടം. തുടക്കം മുതൽ പ്രകടിപ്പിച്ച മികച്ച മേധാവിത്വം അവസാന നിമിഷം വരെ നിലനിർത്താൻ കണ്ണൂരിനായപ്പോൾ വാശിയേറിയ മത്സരത്തിനൊടുവിൽ തൃശൂർ റണ്ണറപ്പുകളായി. ഒരു ഘട്ടത്തിൽ പോലും പോയിന്റ് നിലയിൽ പിന്നോക്കം പോകാതെ 1023 പോയിന്റ് സ്വന്തമാക്കിയാണ് ഓവറോൾ കിരീടം ഒരിടവേളയ്ക്ക് ശേഷം കണ്ണൂർ സ്വന്തമാക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ നേടിയ സമഗ്ര ആധിപത്യം കണ്ണൂരിന് തുണയായി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പാലക്കാടിനാണ് കൂടുതൽ പോയിന്റ്. മിന്നും പ്രകടനം കാഴ്ചവെച്ച 2ാം സ്ഥാനത്തുള്ള തൃശൂർ 1018 പോയിന്റ് സ്വന്തമാക്കി. കോഴിക്കോടാണ് 3ാം സ്ഥാനത്ത്. 1013 പോയിന്റാണ് കോഴിക്കോട് ജില്ല സ്വന്തമാക്കിയത്. സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നിലെത്തി. സമാപന ചടങ്ങ് സംസ്ഥാന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി K രാജൻ അധ്യക്ഷനായി. മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാലിന്റെ സാന്നിധ്യം സമാപന ചടങ്ങിനെ ജനസാഗരമാക്കി മാറ്റി. പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Dr. R ബിന്ദു, കോർപ്പറേഷൻ മേയർ Dr. നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, AC മൊയ്തീൻ അടക്കമുള്ള ജില്ലയിലെ MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS തുടങ്ങിയവർ സംബന്ധിച്ചു. എന്ത് വേഷമിട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖദർ ധരിച്ചു. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് മീശ ഇങ്ങനെ പിടിച്ചു. കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരങ്ങൾ മാത്രമല്ല എന്നോർക്കണം. അതവർക്ക് കൂട്ടായ്മയുടെ സാമൂഹ്യ പാഠം സമ്മാനിക്കുന്നുണ്ട്. വ്യക്തി എന്ന നിലയ്ക്ക് ആത്മവിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നുമുണ്ട്. പങ്കുവെക്കലിൻ്റെ രസം ശീലിപ്പിക്കുന്നുമുണ്ട്. തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന തിരിച്ച് അറിവുണ്ടാക്കുന്നുണ്ട്. മത്സരിക്കുന്നതാണ് പ്രധാനം. അവിടെ ജയപരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ്. വശ്യമായ താളവാദ്യങ്ങൾ കൊണ്ടും മനോഹരമായ നൃത്ത ചുവടുകൾ കൊണ്ടും പളിയ നൃത്തം കലോത്സവത്തിലെ ശ്രദ്ധേയ മത്സരമായി. ഇടുക്കി ജില്ലയിലെ പളിയ ഗോത്ര വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപമാണ് പളിയ നൃത്തം. മഴ പെയ്യിക്കുന്നതിനും രോഗശാന്തിക്കും വേണ്ടിയാണ് ഈ നൃത്തം പ്രധാനമായും അവതരിപ്പിക്കുന്നത്. സംസ്ഥാന കലോത്സവത്തിലെ 5ാം നമ്പർ വേദിയായ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പളിയ നൃത്തം അരങ്ങേറിയത്. കാണികൾക്ക് ആവേശവും ആനന്ദവും നൽകുന്ന വാദ്യമേളവും നൃത്ത ചുവടുകളുമാണ് പളിയ നൃത്തത്തിന്റെ പ്രത്യേകത. ഇടുക്കി ജില്ലയിലെ കുമളി പ്രദേശത്ത് താമസിക്കുന്ന പളിയർ ആദിവാസി ഗോത്ര വിഭാഗത്തിൻ്റെ നൃത്തകലയാണ് ഈ ഇനം. കുലദൈവമായ മാരിയമ്മയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഊരുനിവാസികൾ താളമിട്ട് നൃത്തം ചെയ്യുന്നത്.
കാടിറങ്ങി നാട്ടിലെ ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും സ്ഥാനം പിടിച്ച ഈ ഗോത്രകല കഴിഞ്ഞ വർഷം മുതലാണ് കലോത്സവത്തിൽ ഇടം പിടിച്ചത്. മുഖത്തെഴുത്തും മുടിയിൽ ചൂടിയ പൂവും തൂവലുകളുമാണ് പളിയ നൃത്തത്തിന്റെ പ്രത്യേകത. ഇഞ്ച ചതച്ച് ഉണക്കിയെടുത്ത ഉടയാടകളും മരത്തിലും മുളയിലും നിർമ്മിച്ച ആഭരണങ്ങളും അരാട്ടിയുമാണ് വേഷവിധാനം. മുളഞ്ചണ്ട, നാഗര, ഉറുമി, ജാലറ, ജലങ്ക എന്നിവയാണ് പശ്ചാത്തല സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. കാസർഗോഡ് ബോവിക്കാൻ ബി അബ്ദുൾ റഹ്മാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തുടർച്ചയായി 2ാം തവണയാണ് സംസ്ഥാന കലോത്സവത്തിൽ ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. നമ്മള് ഡാൻസ് തന്നെ മാറ്റിയിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ കൊട്ടിന്റെ വാദ്യോപകരണങ്ങൾ അത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ടായാലും വ്യത്യാസം. ഇടുക്കി ജില്ലയിൽ നിന്ന് വന്ന മാഷന്മാരാണ്. അവരെന്നെ. ഗോത്രവേഷം ധരിച്ച് പളിയ നൃത്തത്തിൽ പങ്കെടുത്ത എല്ലാ ടീമുകളും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. രൗദ്രതാളവും ചടുലമായ നൃത്തച്ചൂടുകളുമാണ് മറ്റ് ഗോത്ര നൃത്ത വിഭാഗങ്ങളിൽ നിന്നും പളിയ നൃത്തത്തെ വ്യത്യസ്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവറിനോടൊപ്പം റഷീദ് എരുമപ്പെട്ടി. സംസ്ഥാന സ്കൂൾ കലോത്സവം സംസ്കൃത പദ്യത്തിലും കഥകളി സംഗീതത്തിലും എ ഗ്രേഡ് സ്വന്തമാക്കി ചാലിശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥി റിദ ഫാത്തിമ അഭിമാനമായി. ശ്ലോകങ്ങളുടെ ശുദ്ധസ്വരവും കഥകളി സംഗീതത്തിന്റെ ആഴമുള്ള താള ലോകവും ഒരേ വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ റിദ ഫാത്തിമ ശ്രദ്ധേയമായത്. 5ാം ക്ലാസ് മുതൽ 1ാം ഭാഷയായി സംസ്കൃതം പഠിച്ചുവരുന്ന റിദ ഭാഷയുടെ സൗന്ദര്യം സ്വരത്തിലേക്കും ഭാവത്തിലേക്കും ലയിപ്പിച്ച പ്രകടനമാണ് അവതരിപ്പിച്ചത്. സബ് ജില്ല, ജില്ലാതലങ്ങളിൽ അഷ്ടപതി, സംസ്കൃത ഗാനാലാപനം, ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ ഇനങ്ങളിൽ പങ്കെടുത്ത അനുഭവസമ്പത്ത് സംസ്ഥാനവേദിയിൽ റിദയ്ക്ക് കരുത്തായി. തോടിരാഗത്തിൽ ആലപിച്ച ലോകപാലന്മാരെ എന്ന കഥകളി സംഗീത പദം ശ്രോതാക്കളുടെ മനസ്സിൽ ദീർഘനാദമായി മുഴങ്ങി. സംസ്കൃത പദ്യത്തിനായി സത്യവ്രത ശാസ്ത്രികളുടെ ശ്രീരാമകീർത്തി മഹാകാവ്യത്തിലെ വരികളാണ് റിദ ശ്ലോകലയം ചേർത്ത് ചൊല്ലിയത്. കഥകളി സംഗീതത്തിൽ വേങ്ങേരി നാരായണൻ നമ്പൂതിരിയും സംസ്കൃതം പദ്യത്തിൽ നിരഞ്ജന പത്മനാഭനും മികച്ച പരിശീലനം നൽകി. കോക്കൂർ സ്വദേശി അഷ്റഫിന്റെയും ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷമീറയുടെയും മകളായ റിദയുടെ നേട്ടങ്ങൾക്ക് സംസ്കൃത അധ്യാപകൻ ഡോക്ടർ പി പത്മനാഭൻ മാസ്റ്റർ മികച്ച പിന്തുണ നൽകി. വിദ്യാലയത്തിന്റെ പാഠശാലയിൽ നിന്നുയർന്ന ശ്ലോകസ്വരം സംസ്ഥാന കലോത്സവ വേദിയിൽ മുഴങ്ങിയപ്പോൾ സ്കൂളിന്റെയും ഗുരുശിഷ്യ ബന്ധത്തിന്റെയും കലാസ്വപ്നം സഫലമായ നിമിഷമായി മാറി. വേലൂർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവം കാണുവാൻ അവസരം ലഭിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ആണ് തളിരിലെ വിദ്യാർത്ഥികൾക്ക് കലോത്സവം കാണുവാൻ അവസരമൊരുക്കിയത്. വേലൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ജിബിൻ, ഭരണസമിതി അംഗങ്ങളായ ബദുൽ സൈമൺ, ഷീന എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും ജീവനക്കാരും രക്ഷിതാക്കളും അടങ്ങുന്ന സംഘമാണ് കലോത്സവം വേദിയിൽ എത്തിയത്. വൈദികനായ പിതാവിന്റെ ശിക്ഷണത്തിൽ അലോകയ്ക്ക് മോണോ ആക്ടിൽ എ ഗ്രേഡ്. കലോത്സവ വേദിയിൽ സാമൂഹിക പ്രസക്തിയുള്ള വിഷയവുമായി വിസ്മയം തീർത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അലോക ഫ്ലോറിയ. KV സുബേർ തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക്. മോളെ കണ്ണോർക്ക്, മോളെ മോളെ കണ്ണോർക്കടാ. ഈ നാട്ടുകാർ മൊത്തം എന്റെ വീട്ടിൽ വന്നിരിക്കണം എന്തിനാ? എന്റെ കുഞ്ഞൊന്ന് സമാധാനത്തോട്ട് ഉറങ്ങിക്കോട്ട്. എന്റെ കുഞ്ഞിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നിങ്ങൾ ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ? എന്ത് തെറ്റാ എന്റെ കുഞ്ഞ് നിങ്ങളോട് ചെയ്തത്? എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അലോക മോണോ ആക്ടിൽ ഉജ്ജ്വല പ്രകടനത്തോടെയാണ് എ ഗ്രേഡ് കരസ്ഥമാക്കിയത്. വൈദികനായ പിതാവ് ഫാദർ സന്തോഷ് രാജിന്റെ ശിക്ഷണത്തിലാണ് ഈ മിന്നും വിജയം. ശ്രദ്ധേയമായ പ്രമേയം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വീടിനുള്ളിൽ പോലും സുരക്ഷിതമല്ലെന്ന ഗൗരവകരമായ വിഷയമാണ് അലോക തന്റെ മോണോ ആക്ടിലൂടെ അവതരിപ്പിച്ചത്. നമസ്തേ,
പ്രസംഗങ്ങളിൽ മാത്രം സാംസ്കാരികത പാടുന്ന ആധുനിക മനുഷ്യൻ തന്റെ പ്രവൃത്തികളിൽ നന്നെ അധപ്പതിച്ചിരിക്കുന്നു. പെണ്ണുടലിന്റെയും പവിത്ര നശിച്ചു പോകുന്ന ഈ ഇരുണ്ട വർത്തമാനത്തിൽ അരുതേ അരുതേ നുറക്കെ വിളിച്ചു പറയാനാണ് എന്റെ ഏകാപരി. സമൂഹത്തിന് കൃത്യമായൊരു സന്ദേശം നൽകാൻ ഈ പ്രകടനത്തിലൂടെ അലോകയ്ക്ക് സാധിച്ചു. പരിശീലനത്തിന് പിന്നിൽ എറണാകുളം രവിപുരം ലൂതറൻ ദേവാലയത്തിലെ വികാരിയായ ഫാദർ സന്തോഷ് രാജ മകൾക്ക് മികച്ച പിന്തുണയാണ് നൽകിയത്. കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്കും സമൂഹത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാനും അഭിനയം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആ ബോധ്യമാണ് മകളെ ഈ രംഗത്ത് പ്രോത്സാഹിപ്പിക്കാൻ കാരണമെന്ന് ഫാദർ സന്തോഷ് രാജ പറഞ്ഞു. ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കുട്ടി സമൂഹത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾ ഉണ്ടാകാൻ വ്യക്തി എന്ന നിലയിൽ കുറെ കൂടി ആഴത്തിലുള്ള ചിന്തകളും ബോധ്യങ്ങളും വളരാനായിട്ട് നാടകം, അഭിനയം അതിൻ്റെതായ പങ്ക് വഹിക്കും എന്നുള്ള നല്ല ബോധ്യമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ശേഷി കുഞ്ഞിനുള്ളത് കൊണ്ട് ആ കുഞ്ഞിന്റെ ശേഷികളെ പ്രോത്സാഹിപ്പിക്കാൻ ഒപ്പം നിൽക്കുക എന്ന ഒരു പിതാവിന്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുഹൃത്തായ ബൈജു കരുണത്തിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം മകളെ കലോത്സവത്തിനായി പരിശീലിപ്പിച്ചത്. UP തലം മുതൽ തന്നെ നാടകം, കഥാപ്രസംഗം എന്നീ മേഖലകളിൽ അലോക തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വെള്ളിത്തിരയിലേക്കും അഭിനയരംഗത്ത് ഇതിനോടകം തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച അലോക പ്രശസ്ത സംവിധായകൻ പ്രിയനന്ദന്റെ റിലീസ് ചെയ്യാനിരിക്കുന്ന 7 നിറങ്ങളുള്ള സ്വപ്നം എന്ന സിനിമയിൽ നായികയായും വേഷമിട്ടിട്ടുണ്ട്. സാംസ്കാരിക കൂട്ടായ്മയായ കോട്ടപ്പടി സ്റ്റോറീസിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മോണാക്ടിൽ A ഗ്രേഡ് സ്വന്തമാക്കിയ അമൽന സൈമണിനെയും വട്ടപ്പാട്ട് മത്സരത്തിൽ A ഗ്രേഡ് നേടിയ ആൽബി കെ ബിജുവിനെയും കോട്ടപ്പടി സ്റ്റോറീസ് പ്രസിഡന്റ് സെബി താണിക്കൽ പൊന്നാടയണിയിച്ചു. ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് KL ലെൻസൺ, സെക്രട്ടറി VO സിറിൽ, ട്രഷറർ ആൽവിൻ കോട്ടപ്പടി, പ്രോഗ്രാം കൺവീനർ എൽജോ ചാർലി എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ. കണ്ണാന്തളി പൂത്തുനിൽക്കുന്ന കലശമലക്കുന്ന് ഇനി ടൂറിസം വകുപ്പിന് സ്വന്തം. കലശമല ഇക്കോ ടൂറിസത്തിന് പുത്തൻ ഉണർവ്. 13 കോടി രൂപ ചെലവഴിച്ച് 12 ഏക്കർ ഭൂമി ഏറ്റെടുത്തു. കുന്നംകുളം മണ്ഡലത്തിലെ ടൂറിസം മേഖലയ്ക്ക് കുതിപ്പേകുന്ന കലശമല ഇക്കോ ടൂറിസം പദ്ധതിയിൽ ടൂറിസം പാർക്കിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ചു. അഗതിയൂർ വില്ലേജിലെ വിവിധ സർവേ നമ്പറുകളിൽപ്പെട്ട 12 ഏക്കർ സ്വകാര്യ ഭൂമിയാണ് ടൂറിസം വകുപ്പിന് വേണ്ടി റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത്. വിവിധ സർവേ നമ്പറുകളിലായി 5ഓളം സ്വകാര്യ വ്യക്തികളുടെ കൈവശങ്ങളിലായിരുന്ന ഭൂമിയുടെ മുഴുവൻ നഷ്ടപരിഹാര തുകയും കൈമാറി. 13 കോടി രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. ഇതോടെ നിലവിലെ 2 ഏക്കർ ഭൂമി ഉൾപ്പെടെ കലശമല ഇക്കോ ടൂറിസം പദ്ധതിക്ക് 14 ഏക്കർ വിസ്തൃതിയായി. AC മൊയ്തീൻ MLA മന്ത്രിയായിരിക്കെയാണ് കലശമലയുടെ ടൂറിസം സാധ്യതകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 2019 നിലവിലെ പുറമ്പോക്ക് ഭൂമിയും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭൂമിയും ചേർത്ത് 2.20 കോടി രൂപ ചിലവഴിച്ച് കലശമല ഇക്കോ ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചു. പാർക്കിംഗ്, എൻട്രൻസ്, ഗേറ്റ്വേ, ടിക്കറ്റ് കൌണ്ടർ, പാത്ത് വ്യൂയിംഗ് ഗാലറി, ടോയ്ലറ്റ്, കഫ്റ്റീരിയ, വ്യൂ പോയിന്റ്സ്, ഹെർബൽ ഗാർഡൻ, ചിൽഡ്രൻസ് പാർക്ക്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക്, സ്ട്രീറ്റ് ഫർണിച്ചർ, ഫെൻസിംഗ്, സൈനേജസ്, ഇലക്ട്രിഫിക്കേഷൻ, പ്ലംബിംഗ്, ഫയർ ഫൈറ്റിംഗ് എന്നിവ ആദ്യഘട്ടത്തിൽ നടപ്പാക്കി. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനായി ദിനംപ്രതി 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് കലശമലയിലെത്തുന്നത്. പത്മരാജന്റെയും ലോഹിതദാസിന്റെയും സിനിമകളിലെ ഫ്രെയിമുകളിലൂടെ മലയാളിക്ക് സുപരിചിതമാണ് കണ്ണാന്തളി പൂത്തുനിൽക്കുന്ന കലശമലക്കുന്ന്. അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ തൂവാനത്തുമ്പികൾ, ഭൂതക്കണ്ണാടി, ഊമപ്പെണ്ണിന് ഉരിയാടാപ്പയ്യൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിലാണ് കലശമലക്കുന്നിന്റെ പ്രകൃതിരമണീയമായ സൗന്ദര്യം ജനങ്ങൾ ആസ്വദിച്ചത്. 2ാം ഘട്ടമായി ഭൂമി ഏറ്റെടുക്കുന്നതിന് 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു. രാജഗിരി ഔട്ട്റീച്ച് സർവീസ് സൊസൈറ്റി കളമശ്ശേരി ഇത് സംബന്ധിച്ച സാമൂഹ്യാഘാത പഠനവും നടത്തിയിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായതോടെ കലശമലയിലെ ടൂറിസം പദ്ധതികൾക്ക് പുത്തൻ ഉണർവേകാൻ സാധിക്കും. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപയുടെ കൾച്ചറൽ സെന്ററും MLA ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപയ്ക്ക് കലശമലയിലേക്കുള്ള റോഡും നിലവിൽ ഭരണാനുമതി ലഭിച്ച പ്രാരംഭഘട്ടത്തിലാണ്. പെരുമ്പ്ലാവ് കൊരട്ടിക്കരയിൽ ശബരിമല ദർശനത്തിനായി കർണാടകയിൽ നിന്നും വന്നിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. കൊരട്ടിക്കര സെന്ററിന് സമീപം ഞായറാഴ്ച പുലർച്ചെ 4:45 അപകടം. ഇടവഴിയിൽ നിന്ന് റോഡിലേക്ക് കയറി വന്ന മറ്റൊരു വാഹനത്തെ കണ്ട് പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോഴാണ് കാർ അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന മൺകൂനയിലിടിച്ചാണ് കീഴ്മേൽ മറിഞ്ഞത്. കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തിയാണ് പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല.
തണ്ടിലം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും യൗസേ പിതാവിന്റെയും സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ജനുവരി 24-25 ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. ഫാദർ ഡേവിസ് ചിറമേൽ കൊടിയേറ്റം നിർവഹിച്ചു. ജനറൽ കൺവീനർ ജോസ് CC, കൈക്കാരന്മാരായ ബാബു CP, ബാബു ചിറയത്ത്, ലിജോ PF, പബ്ലിസിറ്റി കൺവീനർ റെന്നി CV എന്നിവർ നേതൃത്വം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ നവനാൾ കുർബാനയും ദീപാലങ്കാരവും ഉണ്ടാകും. 23-ാം തീയതി പ്രസുതേന്തി വാഴ്ചയും ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മവും നടക്കും. 24-ന് കുടുംബ യൂണിറ്റുകളുടെ അമ്പ് പ്രദക്ഷിണങ്ങളും വർണ്ണവിസ്മയങ്ങളും ഉണ്ടാകും. 25-ാം തീയതി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, പ്രദക്ഷിണം, തൃശൂർ ന്യൂ വോയ്സ് ഒരുക്കുന്ന ഗാനമേള എന്നിവയും നടക്കും. കുന്നംകുളത്ത് ഭാവന റോഡിൽ പൊട്ടിയ ശുദ്ധജല വിതരണ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. കുന്നംകുളം ഭാവന റോഡിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയത് CCTV വാർത്ത നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃത്താല പാവർട്ടി മേഖലകളിലേക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്ന 400 mm വലിപ്പമുള്ള പ്രധാന പൈപ്പാണ് പൊട്ടിയിരുന്നത്. ദിവസങ്ങളായി വലിയ തോതിൽ കുടിവെള്ളം പാഴായി പോകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പുതിയ സ്റ്റാൻഡിലേക്കുള്ള റോഡിന്റെ ഒരു വശത്ത് പൈപ്പ് പൊട്ടി വെള്ളം സമീപത്തെ കാനയിലേക്ക് ഒഴുകിപ്പോകുകയായിരുന്നു. മുനിസിപ്പാലിറ്റിയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കെ ഇത്തരത്തിൽ വെള്ളം പാഴാകുന്നതിനെതിരെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധമുയർത്തിയിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി ആരംഭിച്ചു. റോഡിൽ നിന്നും ഏകദേശം 1.5 മീറ്റർ താഴ്ചയിലുള്ള പൊട്ടിയ പൈപ്പാണ് മാറ്റുന്നത്. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി. ജനുവരി 25-26 തീയതികളിലായിട്ടാണ് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ലതീഞ്ഞിന് ശേഷം ദിവ്യബലി, കാഴ്ച സമർപ്പണം, നൊവേന, പ്രസുതേന്ത്യ വാഴ്ച, നേർച്ച വിതരണം എന്നിവ നടന്നു. ജനുവരി 24 ശനിയാഴ്ച തിരുനാൾ ഒരുക്ക ദിവ്യബലിക്ക് ശേഷം ദേവാലയത്തിലെ ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. തുടർന്ന് നാടകാവതരണവും ഉണ്ടാകും. തിരുനാളിൻ്റെ തലേനാൾ ഞായറാഴ്ച രാവിലെ ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി മുഖ്യകാർമ്മികനായി ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി, കാഴ്ച സമർപ്പണം എന്നിവയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു വയ്ക്കും. കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, വള എന്നിവ വെഞ്ചരിച്ച് വിതരണം നടത്തും. തിരുനാൾ ദിവസമായ 26-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാനയുണ്ടാകും. നവവൈദികൻ ഫാദർ ജിജോ തറയിൽ മുഖ്യകാർമ്മികനാകും. കാക്കശ്ശേരി ഇടവക പ്രോവികാരി ഫാദർ അജിത് കൊള്ളന്നൂർ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് ദിവ്യബലിക്ക് ശേഷം പ്രദക്ഷിണവും തുടർന്ന് വർണ്ണമഴ, ബാൻഡ് വാദ്യ മത്സരം എന്നിവയും അരങ്ങേറും. 27-ന് രാവിലെ പരേതർക്കു വേണ്ടിയുള്ള റാസ കുർബാന, വൈകിട്ട് ഗാനമേള, കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവയോടെ തിരുനാളിന് സമാപനമാകും. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജെയ്സൺ മാറോക്കി, കൈക്കാരന്മാരായ KV ജോയ്, MK റജി, അൽഫോൺസ് മുട്ടത്ത്, ജോഷി വർഗീസ്, ജനറൽ കൺവീനർ ഷാജൻ മാറോക്കി തുടങ്ങിയവർ നേതൃത്വം നൽകും. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. ജനുവരി 11-ന് നടന്ന കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് എളവള്ളി ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ കാർമ്മികനായി ദിവ്യബലിയും തുടർന്ന് പ്രസ്തേന്തി വാഴ്ചയും രൂപക്കൂട് എഴുന്നള്ളിച്ചു വെക്കലും നടന്നു. തുടർന്ന് വാദിവിസ്മയം തീർത്ത പഞ്ചാരിമേളം അരങ്ങേറി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച 6:15-ന് ഫാദർ സനീഷ് വടക്കൂട്ട് കാർമ്മികനായി ദിവ്യബലിയും 9:30-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. ഫാദർ റോജർ വാഴപ്പിള്ളി മുഖ്യ കാർമ്മികനായി, ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഇടവക വിശ്വാസികൾ വാദ്യമേളത്തിന്റെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഉണ്ടായി. ഉച്ചയ്ക്ക് 2 മണിക്ക് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അമ്പെഴുന്നള്ളിപ്പുകൾ രാത്രി 10 മണിയോടെ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ നിബിൻ തളിയത്ത്, കൈക്കാരന്മാരായ CJ വിൻസെന്റ് മാസ്റ്റർ, തോമസ് ടോമി, ജോബ് കണ്ണനായ്ക്കൽ, ജനറൽ കൺവീനർ ആൻഡോ ചെറുവത്തൂർ എന്നിവർ നേതൃത്വം നൽകി.
കുന്നംകുളം തുറക്കുളം മാർക്കറ്റിന്റെ മുൻ നിർമ്മാണ കമ്പനിക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ നഗരസഭാ സെക്രട്ടറി പ്രവർത്തിച്ചുവെന്ന് RMP കൗൺസിലർമാർ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സർക്കാർ അനുമതിയില്ലാത്ത വ്യാജ കമ്പനിയുമായി നിർമ്മാണ കരാർ ഉണ്ടാക്കുകയും തുടർന്ന് നിർമ്മാണം പാതിവഴിയിലാകുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് സർക്കാർ 2019 BOT തുറക്കുളം മാർക്കറ്റ് പദ്ധതി റദ്ദാക്കിയത്. നിലവിൽ നഗരസഭയ്ക്ക് പദ്ധതി നേരിട്ട് നിർവഹിക്കാവുന്നതും യാതൊരു നിയമതടസ്സവും പദ്ധതി നിർവഹണത്തിന് ഇല്ലാത്തതുമാണ്. വ്യാജ കമ്പനിക്ക് ചിലവായ തുക നൽകാൻ സർക്കാർ നിർദ്ദേശവുമില്ല. എന്നാൽ കമ്പനിയുമായി നഗരസഭാ സെക്രട്ടറി ഗൂഢാലോചന നടത്തി രഹസ്യമായി ഹൈക്കോടതിയിൽ മീഡിയേഷൻ സംഘടിപ്പിക്കുകയും കമ്പനിക്ക് ചിലവായ തുക നൽകാൻ തയ്യാറാണെന്ന് എഴുതി നൽകുകയും ചെയ്തെന്നാണ് RMP ആരോപണം. അകാരണമായി ഈ കമ്പനിയുടെ ആളുകളുമായിട്ടുള്ള ചങ്ങാത്തത്തിന്റെ ഭാഗമായി അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി, ഒരു കേസ് ക്രിയേറ്റ് ചെയ്യാണ്. യാതൊരു വിധത്തിലുള്ള ഒരു കേസും നഗരസഭയുമായി ബന്ധപ്പെട്ട് ഈ തുറക്കുളം മാർക്കറ്റ് എന്ന പദ്ധതിക്ക് ഉണ്ടായിരുന്നില്ല. മീഡിയേഷൻ ക്രിയേറ്റ് ചെയ്യുക, ഹൈക്കോടതിയിൽ ഒരു മീഡിയേഷൻ ക്രിയേറ്റ് ചെയ്തു. അവർ ഇതുവരെ ചെലവായിട്ടുള്ള തുക ആവശ്യപ്പെട്ടുകൊണ്ട് വാല്യൂഷൻ പ്രകാരമുള്ള സംഖ്യ കിട്ടണമെന്ന രീതിയിലാണ് ഈ ചെലവായിട്ടുള്ള തുക കൊടുക്കാമെന്നുള്ള ഒരു ധാരണയിൽ ഒപ്പുവയ്ക്കുക. കൗൺസിൽ തീരുമാനമില്ലാതെ സെക്രട്ടറി നടത്തിയത് ശിക്ഷാർഹമായ നടപടിയാണെന്നും സെക്രട്ടറി കൗൺസിലിനോട് മാപ്പ് പറയണമെന്നും സർക്കാർ ചട്ടങ്ങൾ ലംഘിച്ച സെക്രട്ടറിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും RMP കൗൺസിലർമാരായ സോമൻ ചെറുകുന്ന്, PK ബിനീഷ്, റീജ സലീൽ, VP സുരേഷ് എന്നിവർ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നഗരസഭയുടെ കൗൺസിലിനെ ധിക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിലയിക്കാതെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് സർക്കാർ അദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണമെന്ന് RMP ആവശ്യപ്പെട്ടു. അതുപോലെ നഗരസഭാ കൗൺസിലിന് മാപ്പ് പറയണം. ചൊവ്വന്നൂരിൽ തീപിടുത്തം. കലശമലയ്ക്ക് സമീപത്തെ പറമ്പിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. മറീന ഹോമിന് സമീപത്തുള്ള പുല്ലിന് തീപിടിക്കുകയായിരുന്നു. കുന്നംകുളത്ത് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം രൂപം എഴുന്നള്ളിപ്പും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, വള എന്നിവയുടെ എഴുന്നള്ളിപ്പുമുണ്ടായി. രാത്രി 11 മണിക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അമ്പ്, വള എന്നിവയുടെ എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. തുടർന്ന് മാനത്ത് വിസ്മയം തീർത്ത വർണ്ണമഴയും ഉണ്ടായി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. പാട്ടുകുർബാനയ്ക്ക് ചൂണ്ടൽ പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനായി. തിരുവില്ലാമല സെന്റ് പോൾ ഗുരുകുലം സെമിനാറി റെക്ടർ ഫാദർ ബിനു പാറോക്കാരൻ തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് 4:30 ദിവ്യബലിക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം, വർണ്ണവിസ്മയം എന്നിവയും ഉണ്ടായി. വികാരി ഫാദർ ഷിൻഡോ പാറയിൽ, കൈക്കാരന്മാരായ റെനി ജോസ്, ജോയ് കെ ദേവസി, KT ജേസൺ, ജനറൽ കൺവീനർ KJ റിൻഡോ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ സമയത്തിരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ റപ്പായൽ മാലാഖയുടെയും സംയുക്ത തിരുനാളിനാണ് തുടക്കമായത്. തിരുനാളിന്റെ തലേദിവസമായ ഞായറാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, കൂടുതുറക്കൽ, പ്രസുതേന്തിവാഴ്ച എന്നീ തിരുകർമ്മങ്ങൾക്ക് ഫാദർ സെബിൻ ചിറമ്മൽ കാർമ്മികനായി. രാത്രിയോടെ അമ്പ്, വള എഴുന്നള്ളിപ്പ് പള്ളിയിലെത്തി സമാപിച്ചു. തിരുനാൾ ദിനമായ തിങ്കളാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, രാവിലെ 10:30 ഫാദർ ഫെബിൻ ചിറയത്ത് മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന എന്നിവ നടക്കും. ഫാദർ ഫിനോഷ് കെറ്റിക്കൽ സന്ദേശം നൽകും. വൈകിട്ട് 4 മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണമുണ്ടാകും. രാത്രി 7 വർണ്ണമഴ, ഗാനമേള എന്നിവ അരങ്ങേറും. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ തോമസ് ചൂണ്ടൽ, കൈക്കാരന്മാരായ ജോജി പേരാമംഗലത്ത്, ജോസ് താണിക്കൽ, ടാബു ചെറുവത്തൂർ, പ്രതിനിധി സെക്രട്ടറി MJ ജോഫി, ജനറൽ കൺവീനർ MG ഡോണി, ജോയിന്റ് കൺവീനർ VA ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രശസ്തമായ കാഞ്ഞിരമറ്റം നേർച്ചയുടെ ഭാഗമായി കിഴൂർ ടീം ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദഫ്മുട്ട് അവതരണം ശ്രദ്ധേയമായി. പ്രമുഖ ദഫ് കലാസംഘമായ തൗബ മുല്ലക്കരയുടെ നേതൃത്വത്തിലായിരുന്നു ദഫ്മുട്ട്. നേർച്ചയാഘോഷങ്ങളുടെ ഭാഗമായി നാടിന് ഉത്സവ പ്രതീതിയേകാനാണ് ടീം ബ്രദേഴ്സ് ഈ കലാസന്ധ്യ ഒരുക്കിയത്. വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ കിഴൂർ പേമുഖം സെന്ററിലായിരുന്നു പരിപാടി. ദഫ് പ്രകടനം സാക്ഷ്യം വഹിക്കാൻ നിരവധി പേർ എത്തിച്ചേർന്നു.
കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയുടെ കീഴിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ ആരംഭിക്കുന്ന മത്സ്യസമുദ്ര വൈജ്ഞാനിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 2-ാം വാരത്തിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികളും തിങ്ങിപ്പാർക്കുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ ഫിഷറീസ് സർവകലാശാലയായ കുഫോസിന്റെ ഒരു വൈജ്ഞാനിക കേന്ദ്രം തുടങ്ങുന്നതിന് തീര സദസ്സിന്റെ ഭാഗമായി ആവശ്യം ഉയർന്നിരുന്നതാണ്. തുടർന്ന് ഗുരുവായൂർ MLA NK അക്ബറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ പ്രയോജനപ്പെടുത്തി ഇതിനാവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നതാണ്. കുഫോസ് വൈജ്ഞാനിക കേന്ദ്രം തുടങ്ങുന്നതിനുള്ള സിലബസ് തയ്യാറാക്കൽ, കോഴ്സുകളുടെ അംഗീകാരം തുടങ്ങി എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുള്ളതും കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള ജീവനക്കാരുടെ വേതനം ഉൾപ്പെടെയുള്ളവയ്ക്കുള്ള തുക അനുവദിച്ചിട്ടുള്ളതുമാണ്. ഫിഷറീസ് വകുപ്പിൽ നിന്നും 25 ലക്ഷം രൂപ കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾക്കും ഫർണിച്ചറിനുമായി അനുവദിച്ചിട്ടുണ്ട്. മെയിന്റനൻസ് ഓഫ് മറൈൻ എഞ്ചിൻ, അക്വേറിയം സെറ്റിംഗ് ആൻഡ് മെയിന്റനൻസ്, ഫിഷ് പ്രോസസിംഗ് ആൻഡ് വാല്യൂ ആഡഡ് പ്രോജക്ട്, സീ റെസ്ക്യൂ ആൻഡ് ലൈഫ് ഗാർഡ്, മ്യൂറിംഗ് ക്രൂ ലാസ്കർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് തുടങ്ങിയുള്ള കോഴ്സുകളാണ് ഫിഷറീസ് ഓഷ്യൻ നോളജ് സെന്ററിൽ ആരംഭിക്കുന്നത്. കോഴ്സുകൾ ആരംഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നതിനുള്ള നടപടികൾ കുഫോസ് ആരംഭിച്ചു. ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ ഗുരുവായൂർ MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം സംബന്ധിച്ച തീരുമാനമായത്. യോഗത്തിൽ കുഫോസ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ MK സജീവൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സീമ C, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ദീപാജി, മുനിസിപ്പൽ എഞ്ചിനീയർ റിഷ്മ, ഫിഷറീസ് നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യ സേവന മേഖലയിൽ സ്തുത്യർഹമായ 4 പതിറ്റാണ്ട് പിന്നിട്ട കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ സജ്ജമാക്കിയ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. 1983 സ്ഥാപിതമായ കുന്നംകുളം യൂണിറ്റി ഹോസ്പിറ്റൽ കെയറിംഗ് ലൈഫ്സ് എന്ന ആപ്തവാക്യവുമായി മികച്ച വൈദ്യസഹായം സമൂഹത്തിന് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടനത്തിനൊരുങ്ങിയ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ രോഗികൾക്ക് മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ PK വിജയകുമാർ വ്യക്തമാക്കി. 40 ഡീലക്സ് മുറികളും 2 അത്യാധുനിക ICUകളും കൂടാതെ എൻഡോസ്കോപ്പി, ബ്രോങ്കോസ്കോപ്പി, 4D അൾട്രാസൗണ്ട് സ്കാൻ തുടങ്ങിയ നൂതന രോഗനിർണയ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ 1.5 ടെസ്ല MRI സ്കാൻ സേവനം ഏതാനും ദിവസങ്ങൾക്കകം ലഭ്യമാകുമെന്നും വിജയകുമാർ കൂട്ടിച്ചേർത്തു. ഏകദേശം 60,000-ഓളം സ്ക്വയർ ഫീറ്റാണ് പുതിയ ബ്ലോക്കിൻ്റെ ഏരിയ. അതിൽ 40 ഡീലക്സ് റൂമുകളും 2 എല്ലാവിധ ഫെസിലിറ്റീസുമുള്ള ICUകളും ഉണ്ട്. ഈ ബ്ലോക്കിന് ഡോക്ടർ RM വർമ്മ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഫൗണ്ടറും പ്രൊമോട്ടറും ഈ യൂണിറ്റി ഹോസ്പിറ്റലിൻ്റെ എല്ലാമായ ഡോക്ടർ RM വർമ്മയുടെ വലിയ സ്വപ്നമായിരുന്നു കുന്നംകുളത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരിക എന്നത്. ആ സ്വപ്നമാണ് ഈ വരുന്ന തിങ്കളാഴ്ച സാക്ഷാത്കരിക്കപ്പെടുന്നത്. എല്ലാ പൊതുജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും ആശീർവാദങ്ങളും ഈ ഹോസ്പിറ്റലിൻ്റെ പുരോഗതിക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 10:30 AC മൊയ്തീൻ MLA ഡോക്ടർ RM വർമ്മ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ PK വിജയകുമാർ IRS അധ്യക്ഷനാകും. ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ മുഖ്യാതിഥിയാകും. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സാഹിത്യകാരനും സിനിമാ താരവുമായ VK ശ്രീരാമൻ, കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ്, ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിക്കും. ആശുപത്രിയുടെ സ്ഥാപകനും വളർച്ചയിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്ത ചെയർമാൻ ഡോക്ടർ RM വർമ്മയുടെ പേരിൽ നിർമ്മിച്ച സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിലാണ് പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുന്നതെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോഷി തോമസ് പറഞ്ഞു. സാധാരണക്കാരായ രോഗികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ആശുപത്രിയിൽ സജ്ജമാക്കുന്നതെന്നും ഡോക്ടർ ജോഷി വ്യക്തമാക്കി. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലൂടെ അതിനൂതനമായ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി 1.5 ടെസ്ല MRIയും അതുപോലെ തന്നെ ഏറ്റവും നൂതനമായ എൻഡോസ്കോപ്പി, ബ്രോങ്കോസ്കോപ്പി, 4D അൾട്രാ സ്കാനർ, മാമോഗ്രാം തുടങ്ങിയ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. ഏറ്റവും നല്ല സൗകര്യങ്ങളോട് കൂടിയ 40 റൂമുകളും അതോടൊപ്പം തന്നെ 2 ICUകളും ഒരു മുഴുവൻ സമയ ന്യൂറോ സർജറിയും അതുപോലെ തന്നെ ഗ്യാസ്ട്രോ സർജറിയും വിഭാവനം ചെയ്യുന്ന 2 ICUകളും ഇതോടൊപ്പം തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആശുപത്രി സ്ഥാപക ഡയറക്ടറും മുൻ മെഡിക്കൽ സൂപ്രണ്ടുമായിരുന്ന ഡോക്ടർ വർഗീസ് ജോബിന്റെ സ്മരണാർത്ഥം ഒരുക്കിയ ഫ്ലോർ, ബദനി ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OICയും ആശുപത്രി ഡയറക്ടറായിരുന്ന ഹൈദർ ഹാജി മെമ്മോറിയൽ ഫ്ലോർ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടും
ഉദ്ഘാടനം ചെയ്യും. കണ്ടാണശ്ശേരി കുറീസിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് കണ്ടാണശ്ശേരി കുറീസ് ചെയർമാൻ PV തോമസ്, മാനേജിംഗ് ഡയറക്ടർ PV ചന്ദ്രൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി കുറീസിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മറ്റം കരിസ്മ പാലസിൽ നടന്ന ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, എല്ല് രോഗം, ഹൃദയം, ത്വക്ക് രോഗം, ENT, ഓങ്കോളജി, ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളിലായി പരിശോധനകളുണ്ടായി. വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ 300ഓളം പേർ പങ്കെടുത്തു. വിവിധ പരിശോധനകൾ സൗജന്യമായി ക്യാമ്പിൽ നടത്തി. പരിശോധനകൾക്ക് ശേഷം മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. കമ്പനി ഡയറക്ടർമാരായ PV സതീഷ്, MV തോമസ്, ജസ്റ്റിൻ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കുന്നംകുളം മണ്ഡലം സമിതിയുടെ മേൽനോട്ടത്തിൽ എരുമപ്പെട്ടി കരിയന്നൂരിൽ നിർമ്മാണം പൂർത്തിയായ മസ്ജിദു തൗഹീദ് നാടിന് സമർപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകി പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ റക്ടറുമായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് സുല്ലമി മുഖ്യാതിഥിയായി. ഉദ്ഘാടനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കാസിം ചൊവ്വലൂർപ്പടി അധ്യക്ഷത വഹിച്ചു. പ്രമുഖ പണ്ഡിതന്മാരായ ഹുസൈൻ സലഫി, ഷാഫി സ്വബാഹി തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വാർഡ് മെമ്പർ കബീർ, കുഞ്ഞുമോൻ കരിയന്നൂർ, അൻവർ അബൂബക്കർ, ആഷിഖ്, നസറുല്ല മസൂദ്, അബ്ദുൽ ലത്തീഫ് സുലമി, അബ്ദുറഹ്മാൻ അൻസാരി, ഖാജ സലഫി, സലാഹുദ്ദീൻ അൽ ഹിക്കമി, അഖീൽ ചൊവ്വലൂർപ്പടി എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ മത സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആരാധനകൾക്കായി പ്രത്യേകം സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മതപരമായ കർമ്മങ്ങൾക്കൊപ്പം തന്നെ സാമൂഹിക ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾക്കും രൂപം നൽകി. കേരള സകാത്ത് സെൽ നിർധനരായവർക്ക് സാമ്പത്തിക സഹായം വിതരണം ചെയ്യുന്ന ട്രീറ്റ് പദ്ധതി, പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം നൽകുന്ന ഈദ് കിസ്വ, വിദ്യാനിധി സ്കൂൾ കിറ്റ്, കൗൺസിലിംഗ് ഡെസ്ക്, ലഹരിവിരുദ്ധ ബോധവൽക്കരണം എന്നിവ പള്ളി കേന്ദ്രീകരിച്ച് നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി 36ാം ISTE കേരള സെക്ഷൻ സ്റ്റേറ്റ് നാഷണൽ സെമിനാറും വാർഷിക ജനറൽ ബോഡി യോഗവും തലക്കോട്ടുകര വിദ്യാ അക്കാദമിയിൽ നടന്നു. മുരളീധരൻ മണ്ണിങ്ങൽ മുഖ്യാതിഥിയായി. കേരള സർവകലാശാലയിലെ ബയോ ഇൻഫർമാറ്റിക് വിഭാഗത്തിന്റെ മുൻ തലവൻ ഡോക്ടർ അച്യുത് ശങ്കർ S. നായർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ അനിൽ B. അധ്യക്ഷത വഹിച്ചു. അക്കാദമിക് ഡയറക്ടർ ഷാലിജ് PR നേതൃത്വം നൽകി. ഡോക്ടർ ജീവ KA, പ്രിൻസിപ്പൽ ഡോക്ടർ C. സുനിത, ബിജു MJ, ഡോക്ടർ KV വിജയകുമാർ, ശരത് ബാബു, രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കോട്ടപ്പുറം സൗഹൃദ കലാകായിക സമിതി നേതൃത്വത്തിൽ മൾട്ടി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു ക്യാമ്പ്. സൗഹൃദ കലാകായിക സമിതിയിൽ നടന്ന ക്യാമ്പ് 17ാം വാർഡ് മെമ്പർ MB വിജേഷ് ഉദ്ഘാടനം ചെയ്തു. സൗജന്യ നേത്ര, കേൾവി, രക്തസമ്മർദ്ദ, പ്രമേഹ പരിശോധന ഒരുക്കിയിരുന്നു. സാമൂഹ്യ കലാകായിക സമിതി പ്രസിഡന്റ് ജിഷ്ണു, സെക്രട്ടറി ജിത്തുമോൻ, ട്രഷറർ വിവേക്, മറ്റ് ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിപണി കുന്നംകുളത്ത് ഇന്ത്യൻ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് വടക്കാഞ്ചേരി റോഡിൽ ലോട്ടസ് പാലസിന് സമീപം 7 സ്ക്വയർ ബിൽഡിംഗിലാണ് ഇന്ത്യൻ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിഷ്, കുന്നംകുളം വാർഡ് കൌൺസിലർ സോമൻ ചെറുകുന്ന്, BJP നേതാവ് E. ചന്ദ്രൻ, കടങ്ങോട് പഞ്ചായത്ത് മെമ്പർമാരായ സുജിത സുമേഷ്, ശങ്കരനാരായണൻ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായ സബീൽ തങ്ങൾ, AK ഹംസഹാജി, KM അലി, പോൾസൺ മേക്കാട്ടുകുളം, ഗുഡ് ഷെപ്പേർഡ് പ്രിൻസിപ്പാൾ ഫാദർ ലിജോ പോൾ CMI, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്ലാൻ, എസ്റ്റിമേഷൻ, റിനോവേഷൻ, കൺസൾട്ടേഷൻ തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും മിതമായ ചിലവിൽ ചെയ്തു നൽകും. കൂടുതൽ വിവരങ്ങൾക്ക്
Indian Builders and Developers. Phone 9847940644 9847819766. SNDP യോഗം ഗുരുവായൂർ യൂണിയൻ പടിഞ്ഞാറൻ മേഖലാ നേതൃസംഗമം ചാവക്കാട് മണത്തല ബേബി റോഡിൽ യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MA ചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ചു. സെക്രട്ടറി PA സജീവൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര കമ്മിറ്റി അംഗം സജീഷ് മണലിൽ കോട്ടയം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PP സുനിൽകുമാർ, AS വിമലാനന്ദൻ മാസ്റ്റർ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം PV ഷൺമുഖൻ, വനിതാ സംഘം പ്രസിഡന്റ് രമണി ഷൺമുഖൻ, സെക്രട്ടറി ശൈലജ കേശവൻ, കൗൺസിലർമാർ, യൂണിയൻ ഭാരവാഹികൾ, വിവിധ ശാഖാ ഭാരവാഹികൾ, വനിതാ സംഘം ഭാരവാഹികൾ, യൂത്ത് മൂവ്മെന്റ്, ഗുരുദേവ ഭക്തജനങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ചരമം കക്കാട് ഓടാട്ട് അപ്പുകുട്ടൻ മകൻ അരവിന്ദാക്ഷൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. ജയശ്രീ ഭാര്യയും അഞ്ജു, അഭിനവ് എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ചൊവ്വന്നൂർ മേനോത്ത് വീട്ടിൽ പരേതനായ കേശവൻ ഭാര്യ ചീരമ്മു നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 6 മണിക്ക് നടന്നു. ശാന്ത, മണി, രമണി, ലളിത, രാജൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സാംസ്കാരിക നഗരിയെ രാപ്പകലാക്കിയ കലയുടെ വിസ്മയ പൂരത്തിന് വർണ്ണാഭമായ കൊടിയിറക്കം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കലയുടെ കനകക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂരിന്റെ കുട്ടികൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ ആതിഥേയരും കഴിഞ്ഞ തവണത്തെ ജേതാക്കളുമായി തൃശൂരിന് 5 പോയിന്റ് വ്യത്യാസത്തിൽ പിന്നിലാക്കിയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ണൂർ ഓവറോൾ ചാമ്പ്യന്മാരായത്. സമാപന സമ്മേളനത്തെ ജനസാഗരമാക്കി മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ. കൊരട്ടിക്കരയിൽ വാഹനാപകടം. ശബരിമല ദർശനത്തിനായി കർണാടകയിൽ നിന്നും എത്തിയ തീർത്ഥാടകർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞു. 5 പേർക്ക് പരിക്ക്. CCTV ന്യൂസ് ഇംപാക്ട്. കുന്നംകുളത്ത് ഭാവന റോഡിൽ പൊട്ടിയ ശുദ്ധജല വിതരണ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. നടപടി CCTV വാർത്തയെ തുടർന്നു. കണ്ണാന്തളി പൂത്തു നിൽക്കുന്ന കലശമലക്കുന്ന് ഇനി ടൂറിസം വകുപ്പിന് സ്വന്തം. കലശമല ഇക്കോ ടൂറിസത്തിന് പുത്തൻ ഉണർവ്. 13 കോടി രൂപ ചെലവഴിച്ച് 12 ഏക്കർ ഭൂമി ഏറ്റെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.